സ്റ്റുഡൻസ്, SSLC ഹിന്ദിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ യൂണിറ്റ് 2 ആണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. യൂണിറ്റ് 2 ചാപ്റ്റർ 2 സബ്സെ ബഡെ ഷോമാൻ, ചാർലി ചാപ്ലിന്റെ ജീവചരിത്രം, ഗിർ ചതുർവേദി എഴുതിയ ജീവചരിത്രമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പാർട്ട് 1 അതിൻ്റെ അർത്ഥം എന്താണെന്നും ആശയം എന്താണെന്നും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പാർട്ടിൽ ആ ഒരു ചാപ്റ്ററിനെ സബ്സെ ബഡെ ഷോമാൻ എന്ന ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടുള്ള മോഡൽ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ലെറ്റർ, റിപ്പോർട്ട്, അങ്ങനെയുള്ള പോസ്റ്റർ, അതുപോലെയുള്ള എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ബുക്കിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇസ് അഭദ്ര शोर ने माँ को स्टेज से हटने को मजबूर कर दिया, उस समय माँ की हालत कैसी होगी? ആ ഒരു അശുഭകരമായ ശബ്ദം അമ്മയെ സ്റ്റേജിൽ നിന്ന് മാറാൻ വേണ്ടി നിർബന്ധിതയാക്കി. ആ സമയത്ത് അമ്മയുടെ ഹാലത്ത്, അതായത് അവസ്ഥ എങ്ങനെയായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. ചാർലി ചാപ്ലിൻ की माँ थिएटर में गाते वक्त उसका गला खराब हो गया. ചാർലി ചാപ്ലിന്റെ അമ്മ തിയേറ്ററിൽ നിന്ന് പാട്ടുപാടുന്ന സമയത്ത് ഗല ഖരാബ് ഹോ ഗയ എന്ന് പറഞ്ഞാൽ തൊണ്ടയിൽ എന്തോ സംഭവിച്ചു. ലോഗോं की चिल्लाहट सुनकर वे डर गई होगी. ആൾക്കാരുടെ ബഹളം കേട്ട് എന്തായി, അമ്മ പേടിച്ചു പോയിട്ടുണ്ടാകും. പിന്നെന്താണ്, ആജീവിക के लिए उनका एकमात्र सहारा था अपनी आवाज. ആജീവിക എന്ന് പറഞ്ഞാൽ ഉപജീവനത്തിനായിട്ടുള്ള ഏകമാത്രം, അതായത് ആകെയുള്ള സഹായമായിരുന്നു ആ ഒരു അവരുടെ ശബ്ദം എന്ന് പറയുന്നത്. ഉസേ നഷ്ട ഹോത്തെ സമജ് കർ വേ ജറൂർ ദുഃഖി ഹുയി ഹോഗി. അതിനെ നഷ്ടപ്പെടുമെന്ന് പേടിച്ച് അവർ തീർച്ചയായും ദുഃഖിതയായിട്ടുണ്ടാകും. ഉനോനെ കൈ ബാർ അച്ചി തരഹ ഗാനെ കി കോശിഷ് കി ഹോഗി. അവരെ നല്ല രീതിയിൽ പാട്ട് പാടാൻ വേണ്ടി വളരെ പ്രാവശ്യം പ്രയത്നിച്ചിട്ടുണ്ടാവാം. ഓക്കെ, ലേക്കിൻ ഫുസ്ഫുസാഹട്ട് ജാരി രഹി ഹോഗി. പക്ഷേ പുലമ്പൽ, ആ നേരത്തെ പുലമ്പൽ വീണ്ടും തുടർന്നുകൊണ്ടേയിരുന്നു. ലോഗോं का शोर सुनकर दुखी मन से वे स्टेज से हट गई होंगी. ആൾക്കാരുടെ ശബ്ദം കേട്ടിട്ട് വളരെ ദുഃഖിതയായ മനസ്സോടു കൂടി അവർ സ്റ്റേജിൽ നിന്ന് മാറിയിട്ടുണ്ടാവും. अपने बेटे को पालने के बारे में सोचकर वे बहुत चिंतित भी हुई होंगी. തന്റെ മകനെ വളർത്തുന്നത് ആലോചിച്ചുകൊണ്ട് അവർ വളരെ ചിന്താകുലയായിട്ടും ഉണ്ടാകും. ഇതൊക്കെയാണ് അമ്മയ്ക്ക് സംഭവിച്ചിരിക്കുന്നത്. അമ്മയുടെ അവസ്ഥ ആ സമയത്ത് എന്തൊക്കെയായിരിക്കും അമ്മ ചിന്തിച്ചിട്ടുണ്ടാവുക, എങ്ങനെയായിരുന്നു അമ്മയുടെ ഹാലത്ത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 5 साल का चार्ली स्टेज पर अकेला था, उस समय चार्ली ने क्या सोचा होगा? 5 വയസ്സുള്ള ചാർലി സ്റ്റേജിൽ ഒറ്റക്കായിരുന്നു. ആ സമയത്ത് ചാർലി എന്തൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവാം എന്നാണ് ക്വസ്റ്റ്യൻ. മാനേജർ ने माँ से बहुत बहस करके मुझे स्टेज पर छोड़ा. അതായത് ചാർലിയുടെ മനസ്സിൽ വന്നിട്ടുണ്ടാവുന്ന വിചാരങ്ങളാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. മാനേജർ അമ്മയോട് ബഹസ് കർക്കെ എന്ന് പറഞ്ഞാൽ തർക്കിച്ചുകൊണ്ട് എന്നെ സ്റ്റേജിലേക്ക് ആക്കി. ക്യാ മേ കുച്ച് കർ സക്താ ഹൂം, എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ക്യാ മാക്കെ സമാൻ ഗാനാ ഗാ സകൂംഗ, അമ്മയെ പോലെ എനിക്ക് പാട്ട് പാടാൻ കഴിയുമോ? ക്യാ ദർശകോं का शोर शांत करूंगा, എനിക്ക് കാണികളുടെ ശബ്ദം ശാന്തമാക്കാൻ കഴിയുമോ? അപ്മേ ക്യാ കരും, ഇനി ഞാൻ എന്ത് ചെയ്യും? ഗാവു യാ അഭിനയിക്കരും, പാട്ടുപാടണോ അല്ല അഭിനയിക്കണോ? ക്യാ ബി ഹോ മേ അപ്നി മാക്കോ ബച്ചാവുക, എന്തെങ്കിലും ആവട്ടെ ഞാൻ എൻ്റെ അമ്മയെ രക്ഷിക്കും. കൈ ഗാനയും മേ ജാൻതാ ഹും, പല പാട്ടുകൾ എനിക്കറിയാം. അവർ നക്കൽ കർണാ ബി ആത്താ ഹെ, അനുകരിക്കാനും അറിയാം. കുച്ച് ബി ഹോ, എന്തെങ്കിലും ആവട്ടെ. മേ കുച്ച് ന കുച്ച് ജറൂർ കരുങ്ക, ഞാൻ എന്തെങ്കിലും എന്തായാലും ചെയ്യുമെന്നാണ് അവൻ മനസ്സിൽ, അതായത് ചാർലിയുടെ മനസ്സിൽ ആ സമയത്ത് വന്ന, സ്റ്റേജിൽ കയറിയപ്പോൾ വന്ന വിചാരങ്ങളാണ് നമ്മളോട് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ചാർലി മനസ്സിൽ വിചാരിക്കുന്ന പോലെ, ചാർലി പറയുന്നത് പോലെയാണത് എഴുതേണ്ടത്. ഓക്കെ, नेक्स्ट क्वेश्चन, इस बात ने हॉल को हजीगर में तब्दील कर दिया, क्यों? ഈ ഒരു കാര്യം ആ ഹോളിനെ ചിരിയുടെ ഹാളായി മാറ്റി. തബ്ദീൽ കർണ എന്ന് പറഞ്ഞാൽ മാറുക, മാറ്റി. ഓക്കെ, എന്തുകൊണ്ട്? चार्ली की माँ की आवाज पढ़ते वक्त उनके मैनेजर ने उसको स्टेज पर भेजा. ചാർലിയുടെ അമ്മയുടെ ശബ്ദം ഇടറിയത് കണ്ടപ്പോൾ മാനേജർ എന്ത് ചെയ്തു? ചാർലിയെ സ്റ്റേജിലേക്ക് അയച്ചു. വഹാം ഖഡേ ഹോക്കർ ചാർലി ने एक मशहूर गीत गाया. അവിടെ നിന്നുകൊണ്ട് ചാർലി വളരെ പ്രശസ്തമായ ഒരു പാട്ട് പാടി. ജബ് ഗാന ആദാ ഹി ഹുവാ താ,
പാട്ട് പകുതിയായ സമയത്ത് തന്നെ തബ് സ്റ്റേജ് पर पैसों की भौचार शुरू हो गई. പാട്ട് പാടി പകുതിയായപ്പോൾ തന്നെ സ്റ്റേജിൽ പൈസ വർഷിക്കാൻ തുടങ്ങി. ये देखकर चार्ली ने गाना रोक दिया. അത് കേട്ടപ്പോൾ ചാർലി പാട്ട് നിർത്തി. അവർ ഘോഷണാക്കി, എന്നിട്ട് അനൗൺസ്മെന്റ് ചെയ്തു. पहले वो ये पैसे बटोरेगा. ആദ്യം ഈ പൈസ ഞാൻ ശേഖരിക്കട്ടെ. और उसके बाद ही गाएगा. അതിനുശേഷം പാട്ട് പാടാമെന്ന് ചാർലി പ്രഖ്യാപിച്ചു. इस बात ने हॉल को हजीगर में तब्दील कर दिया. ഈ ഒരു കാര്യം ചാർലി ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് ആ ഒരു ഹാള് ചിരിയുടെ ഹാളായി മാറിയത്. അതായത് എല്ലാവരും ചിരിക്കാൻ തുടങ്ങിയത്. उसने जन्म ले लिया था. इसका मतलब क्या है? അവൻ ജന്മമെടുക്കുകയായിരുന്നു. അതിന്റെ അർത്ഥം എന്താണെന്നാണ് ചോദിക്കുന്നത്. ചാർലിയുടെ ഫസ്റ്റ് സ്റ്റേജ് പ്രോഗ്രാം ആയിരുന്നു അത്. അതായത് ചാർലി എന്ന ബഡേ ഷോമാൻ പിറവിയെടുത്തത് ആ ഒരു സ്റ്റേജ് പ്രോഗ്രാമിലൂടെ ആയിരുന്നു അല്ലെ. അപ്പോൾ ചാർലി ചാപ്ലിൻ അപ്നി മാ കെ സാത്ത് അക്സർ തിയേറ്റർ ജായ കർത്താ था. ചാർലി ചാപ്ലിൻ തന്റെ അമ്മയുടെ കൂടെ എപ്പോഴും തിയേറ്ററിൽ പോവാറുണ്ടായിരുന്നു. പർദ്ദയ്ക്ക് പീछे ഖड़े होकर वो माँ का गाना सुना करता था. കർട്ടന്റെ പിറകിൽ ഇരുന്നു കൊണ്ട് അവൻ അമ്മയുടെ ഗാനം കേൾക്കുമായിരുന്നു. एक दिन माँ की आवाज फुसफुसाहट में बदल गई. ഒരു ദിവസം അമ്മ പാടിക്കൊണ്ടിരുന്നപ്പോൾ ശബ്ദം നേർത്ത പുലമ്പൽ പോലെയായി മാറി. മാനേജറിനെ ചാർലിക്കോ അകേലെ സ്റ്റേജ് पर छोड़ा. മാനേജർ ചാർലിയെ ഒറ്റയ്ക്ക് സ്റ്റേജിലാക്കി. വഹാം ഖड़े होकर ചാർലി ने गाना गाया. അവിടെ നിന്നുകൊണ്ട് ചാർലി പാട്ടുപാടി. അഭിനയിച്ചു. അന്യ ഗായകോം की नकल की. മറ്റു ഗായകരെ അനുകരിച്ചു. അവർ നൃത്തിക്കിയ, ഡാൻസും കളിച്ചു. 5 साल की उम्र में चार्ली ने ये सब किया. 5 വയസ്സിലാണ് ചാർലി ഇതെല്ലാം ചെയ്തത്. उस दिन दूसरों को हंसाने वाले चार्ली चैप्लिन ने जन्म ले लिया था. ആ ദിവസമാണ് മറ്റുള്ളവരെ ചിരിപ്പിക്കുന്ന കൊമേഡിയനായ ചാർലി ചാപ്ലിൻ പിറവിയെടുത്തത്. ഓക്കെ, नेक्स्ट क्वेश्चन. दुनिया के सबसे बड़े शोमान का ये पहला शो था. വേൾഡിലെ ഏറ്റവും വലിയ ഷോമാന്റെ ആദ്യത്തെ ഷോ ആയിരുന്നു അത്. ഇസ് ഘടന पर एक रिपोर्ट तैयार करें. ഈ ഒരു സംഭവത്തെ കുറിച്ച് ന്യൂസ് പേപ്പർ റിപ്പോർട്ട് തയ്യാറാക്കാനാണ് പറയുന്നത്. ഓക്കെ, റിപ്പോർട്ട് എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. റിപ്പോർട്ട് वस्तुनिष्ठ हो. रपट क्या, कौन, कब, कैसे, कहाँ ആദി പ്രശ്നവും के उत्तर देने लायक हो. അതായത് എവിടെ നടക്കുന്നു, ആരാണ്, ആരെ കുറിച്ചാണ്, അതുപോലെ തന്നെ എന്താണ് സംഭവം, അതൊക്കെ വ്യക്തമായി നമ്മൾ റിപ്പോർട്ടിൽ പറയണം. ഓക്കെ, അതുപോലെ റിപ്പോർട്ടിൽ എന്തായാലും നമ്മളൊരു ഹെഡിങ് കൊടുക്കണം. അതുപോലെ തന്നെ സ്ഥലവും കൊടുക്കണം. എവിടെയാണ് സ്ഥലം എന്നുള്ളതും കൊടുക്കണം. ഓക്കെ, ഹെഡിങ് ചോട്ടാ ലേക്കിൻ ബഡാ ഷോമാൻ. ചെറുതാണെങ്കിലും വലിയ ഷോമാൻ, അതാണ് ഇവിടെ ഹെഡിങ് കൊടുത്തിരിക്കുന്നത്. സ്ഥാൻ നമുക്ക് സ്ഥലം എവിടെയെങ്കിലും കൊടുക്കാം. നമുക്ക് ലണ്ടൻ അല്ലെങ്കിൽ അമേരിക്ക. ചാർലി ചാപ്ലിന്റെ നാട് അവിടെയല്ലേ, അപ്പം ലണ്ടനോ അല്ലെങ്കിൽ അമേരിക്ക എന്നോ കൊടുക്കാം. യഹാം കെ उल्टू शॉट के एक थिएटर में एक छोटे बच्चे के शो ने सबके मन को खींच लिया है. ഇവിടെയുള്ള ഒരു തിയേറ്ററിൽ എന്താണ് ചെറിയ കുട്ടിയുടെ വലിയ ഷോ എന്താക്കി, എല്ലാവരുടെയും മനസ്സിനെ പിടിച്ചടക്കി. ചാർലി ഹെ ഉസ്കാ നാം. ചാർലി എന്നാണ് അവന്റെ പേര്. गाते वक्त अपनी माँ की आवाज को फटते समझकर मैनेजर के साथ वो स्टेज पर आया. അവന്റെ പാട്ട് പാടിക്കൊണ്ടിരുന്ന അമ്മയുടെ ശബ്ദം ഇടറിയപ്പോൾ മാനേജറിന്റെ കൂടെയാണ് ചാർലി സ്റ്റേജിലേക്ക് വന്നത്. जेक जोन्स गाने से शुरू करने वाले उस बालक ने दर्शकों से बातचीत की. ജേക്ക് ജോൺസിന്റെ പാട്ട് പാടിക്കൊണ്ടാണ് ബാലകൻ ആരംഭിച്ചത്. എന്നിട്ടോ കാണികളോട് കോൺവെർസേഷൻ നടത്തി, അതായത് സംസാരിച്ചു, നൃത്യ ഡാൻസ് കളിച്ചു. और अपनी माँ सहित कई गायकों की नकल उतारी. തന്റെ അമ്മ ഉൾപ്പെടെ മറ്റു ഗായകരെ അനുകരിച്ചു. उसकी ഷോ ने दर्शकों में उल्लास भरा. അവന്റെ ഷോ കാണികൾക്കിടയിൽ ഉല്ലാസമുണ്ടാക്കി. उन्होंने तालियां बजाकर चार्ली को प्रोत्साहित किया. ദർശകരെല്ലാം, കാണികളെല്ലാം എന്ത് ചെയ്തു, കൈമുട്ടിക്കൊണ്ട് ക്ലാപ്പ് ചെയ്തുകൊണ്ട് ചാർലിയെ പ്രോത്സാഹിപ്പിച്ചു. 5 साल का लड़का ചാർലിനെ अपने എന്താണ് ഈ 5 വയസ്സുള്ള കുട്ടിയായ ചാർലി അപ്നേക്കോ ഛോട്ടാ നഹി ബഡാ ഷോമാൻ സാബിത് കിയാ ഹെ. ചെറിയവനല്ല, വലിയൊരു ഷോമാൻ ആണെന്ന് തെളിയിച്ചിരിക്കുകയാണ്. ഓക്കെ, അഖ്ബാറിൽ വന്ന ഒരു റിപ്പോർട്ടാണ് ഇവിടെ തന്നിരിക്കുന്നത്. റിപ്പോർട്ട് എഴുതാൻ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും പഠിച്ചു വെക്കാം. നെക്സ്റ്റ്, खाना अभी आधा ही हुआ था कि मैनेजर एक रुमाल लेकर आया और पैसे बटोरने लगा.
ഗാന പാട്ട് പകുതിയായ സമയത്ത് തന്നെ എന്താണ് ആ ഒരു സംഭവം ഉണ്ടല്ലോ, അതായത് മാനേജർ വന്നിട്ട് പൈസ വർഷിച്ച സമയത്ത് മാനേജർ വന്നിട്ട് ഒരു റുമാൽ എടുത്തിട്ട് വന്നു അല്ലെ, കർച്ചീഫ് എടുത്തിട്ട് വന്നിട്ട് സ്റ്റേജിലുണ്ടായിരുന്ന പൈസയൊക്കെ ശേഖരിക്കാൻ തുടങ്ങി. ഈ ഒരു സംഭവത്തെ കുറിച്ച് ലെറ്റർ എഴുതാനാണ് പറയുന്നത്. इन घटना के आधार पर मित्र के नाम चार्ली का पत्र संकल्प करके लिखे. ഈ ഒരു സംഭവത്തെ അടിസ്ഥാനമാക്കി ചാർലി തന്റെ സുഹൃത്തിന്റെ പേരിൽ എഴുതുന്ന ഒരു ലെറ്റർ തയ്യാറാക്കാൻ, പത്ര തയ്യാറാക്കാനാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതൊരു ഫ്രണ്ട്ലി ലെറ്റർ ആണ്. ചാർലി ചാപ്ലിൻ തന്റെ സുഹൃത്തിന് എഴുതുന്ന ലെറ്റർ ആണ് അല്ലെ. അപ്പോൾ എന്ത് സ്ഥലം കൊടുക്കുക, ഡേറ്റ് കൊടുക്കുക, അതുപോലെ തന്നെ അഭിസംബോധന. ലണ്ടൻ, സ്ഥലം കൊടുത്തിരിക്കുന്നത് ലണ്ടൻ, താരിഖ് ഡേറ്റ് കൊടുക്കുക. ഓക്കെ, പിന്നെ അഭിസംബോധന പ്രിയ മിത്ര, ഫ്രണ്ട്ലി ലെറ്റർ ആണല്ലോ, പ്രിയ മിത്രന്നോ പ്രിയ സുഹൃത്തുന്നോ, അത് പ്രിയ ദോസ്ത്, അല്ലെങ്കിൽ പേര് കൊടുക്കാം, പ്രിയ എന്താണ് പേരെന്ന് വെച്ചാൽ അത് കൊടുക്കാം. അപ്പൊ നമ്മൾ ഫ്രണ്ട്ലി ലെറ്റർ എഴുതുന്ന സമയത്ത് സ്റ്റാർട്ടിങ്ങിൽ അവരുടെ സുഖവിവരങ്ങൾ ആദ്യം അന്വേഷിക്കാം. ഓക്കെ, തും കൈസേ ഹോ, മേ യഹാ കുശലതാ സേ ഹും, പഠായി കൈസേ ചൽ രഹി ഹെ, നീ എങ്ങനെയുണ്ട്, നിനക്ക് എങ്ങനെയുണ്ട്, ഹൗ ആർ യു എന്ന് ചോദിക്കില്ല, എങ്ങനെയുണ്ട്. മേ യഹാ കുശലതാ സേ ഹും, ഞാനിവിടെ സുഖമായിരിക്കുന്നു. പഠായി കൈസേ ചൽ രഹി ഹെ, പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നു. ഓക്കെ, ആജ് മേരെ ലിയെ ഖുഷി കാ ദിൻ ഹെ, ഇന്നെനിക്ക് വളരെ സന്തോഷമുള്ള ദിവസമാണ്. ആജ് മേരി മാ യഹാം കെ പ്രസിഡൻസി ഹാൾ മേ ഗാന ഖാ രഹി थी, ഇന്ന് എൻ്റെ അമ്മ ഇവിടുത്തെ പ്രസിഡൻസി ഹാളിൽ പാട്ട് പാടുകയായിരുന്നു. തബ് മാ കി ആവാസ് ഫുസ്ഫുസാഹട്ട് സേ തബ്ദീൽ ഹോ ഗയി, അതിനിടയിൽ അമ്മയുടെ ശബ്ദം നേർത്ത പുലമ്പൽ പോലെയായി മാറി. യേ സുൻകർ മേ സ്റ്റേജ് കെ പീച്ചെ ഖടാ ഹോക്കർ ഹസ്നെ ലഗെ, ഇത് കണ്ടപ്പോൾ ഞാൻ സ്റ്റേജിന്റെ പുറകിലിരുന്ന് ചിരിക്കാൻ തുടങ്ങി. മാക്കോ സ്റ്റേജ് സെ ഹട്ട്നാ പട, അങ്ങനെ അമ്മയെ സ്റ്റേജിൽ നിന്ന് മാറ്റി. മാ और मैनेजर के बीच बहस हुआ, അമ്മയും മാനേജറും തമ്മിൽ തർക്കം നടന്നു. कुछ समय के बाद माँ आकर मुझे स्टेज पर ले गई, കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അമ്മ എന്നെ സ്റ്റേജിലേക്ക് കൊണ്ടുപോയി. മുझे സ്റ്റേജ് पर अकेला छोड़कर माँ स्टेज के पीछे गई, അമ്മ എന്നെ സ്റ്റേജിലാക്കിയിട്ട് എന്ത് പോയി, സ്റ്റേജിന്റെ പുറകിലേക്ക് പോയി. മുझे पहले संकोच हुआ, ആദ്യം എനിക്ക് പേടിയായി. कुछ समय के बाद दर्शकों के ആകെ ഏക്ക് ഗാന ഖായ, കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഞാൻ ആ ദർശകരുടെ മുന്നിൽ നിന്നുകൊണ്ട്, കാണികളുടെ മുന്നിൽ നിന്നുകൊണ്ട് ഒരു പാട്ട് പാടി. യെ സുൻകർ ഉനോനെ സ്റ്റേജ് പർ പൈസ ഫേങ്ക് ദിയ, ഇത് കേട്ടപ്പോൾ അവർ സ്റ്റേജിലേക്ക് പൈസ എറിയാൻ തുടങ്ങി. മേനെ ഉൻകെ സാമനെ നൃത്യ കിയ, ഞാൻ അവരുടെ മുന്നിൽ ഡാൻസ് കളിച്ചു. മേരി മാ സഹിത് അനേക ഗായകോം കി നക്കൽ ഉദാരി, എൻ്റെ അമ്മ ഉൾപ്പെടെ മറ്റു ഗായകരുടെ അനുകരിച്ചു. സബി ദർശകോനെ ഗഡേ ഹോക്കർ താലിയ ബജായി, എല്ലാ ദർശകരും ഇത് കണ്ടിട്ട് എണീറ്റ് നിന്ന് ക്ലാപ്പ് ചെയ്തു. ഉനോനെ മാസെ ഹാത്ത് മിലാക്കർ മേരി താരീഫ് കി, അവരെൻ്റെ അമ്മയ്ക്ക് കൈ കൊടുത്തുകൊണ്ട് എന്നെ പ്രശംസിച്ചു. പിന്നെയോ ഉനോനെ മാസെ കഹാക്കി, അവർ അമ്മയോട് പറഞ്ഞു. മേ മഹാൻ കലാകാർ ബനുക, ഞാൻ വലിയൊരു കലാകാരനായി മാറുമെന്ന് പറഞ്ഞു. ആജ് മേരെ ജീവൻ കാ അവിസ്മരണീയ ദിൻ ഹെ, ഇന്നെൻ്റെ ജീവിതത്തിലെ മറക്കാനാവാത്ത ദിവസമാണ്. തുമാരി മാതാജി ഓർ പിതാജി കോ മേരാ പ്രണാം, നിന്റെ അമ്മയ്ക്കും അച്ഛനും എൻ്റെ പ്രണാമം. ചോട്ടെ ബായി കോ മേരാ പ്യാർ, ചോട്ടെ ബായി അതായത് കുഞ്ഞനിയന് എൻ്റെ സ്നേഹം. ഓക്കെ, അപ്പൊ വിശേഷങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് ഫ്രണ്ട്ലി ലെറ്റർ എഴുതാം. ഓക്കെ, പിന്നെ എന്താണ് എഴുതിയിരിക്കുന്നത്, ജവാബ് കി പ്രതീക്ഷാമേ, മറുപടി പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അതുപോലെ ഹസ്താക്ഷർ ചാർലി, ഒപ്പിട, അതുപോലെ തന്നെ പേര് എഴുതാം. പിന്നെ സേവാമേ നാം പത്ത, അവിടെ അഡ്രസ്സ് കൊടുക്കുക, നമ്മൾ ആർക്കാണോ അയക്കുന്നത് അവരുടെ അഡ്രസ്സ് കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റേജ് पर होने वाले घटना के संबंध ചാർലി की माँ अपनी सहेली के नाम पत्र लिखती है, ഇതും ലെറ്റർ തന്നെയാണ്. ഇത് ചാർലിയുടെ അമ്മയുടെ ഫ്രണ്ടിന് ഒരു ലെറ്റർ അയക്കുകയാണ് ആ ഒരു സംഭവത്തെ കുറിച്ച്. ചാർലി की माँ का वो पत्र संकल्प करके लिखे, ചാർലിയുടെ അമ്മയുടെ ആ ലെറ്റർ സങ്കല്പിച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അതും ഒരു ഫ്രണ്ട്ലി ലെറ്റർ ആണ്. സ്ഥാൻ കൊടുക്കുക ലണ്ടൻ, താരീഖ് ഡേറ്റ് കൊടുക്കുക, പ്രിയ സഹേലി, ഓക്കെ പ്രിയ സുഹൃത്തെ. ഇതുപോലെ തന്നെ നമ്മൾ ആദ്യം തന്നെ സുഖവിവരങ്ങളൊക്കെ അറിയാം ലെറ്റർ എഴുതുമ്പോൾ. അത് ഏകദേശം എല്ലാത്തിലും സെയിം തന്നെയാണ്. 2-3 സെന്റൻസ് നമ്മൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഏത് പത്രം വന്നു കഴിഞ്ഞാലും ഫ്രണ്ട്ലി ലെറ്റർ ആണെങ്കിൽ നമുക്കത് ഉപയോഗിക്കാം. ഓക്കെ, തും കൈസേ ഹോ, നീ എങ്ങനെയാണ്. നൗകരി സബ് കൈസേ ചൽ രഹേ ഹെ, പണിയൊക്കെ എങ്ങനെ നടക്കുന്നു. പിച്ചലെ പത്രക്കോ ക്യോ ജവാബ് നഹി ദിയ, ഞാൻ മുന്നേ അയച്ച കത്തിന് എന്താണ് മറുപടി തരാതിരുന്നത്. തുംസെ ഏക് വിശേഷ് ബാത് ബതാനെ കെ ലിയെ പത്ര ലിഖ്തി ഹും, നിന്നോടൊരു വിശേഷ കാര്യം പറയാനാണ് ഞാൻ ഈ ലെറ്റർ എഴുതുന്നത്.
आज मैं പ്രസിഡൻസി ഹാൾ में പല ലോകം കെ സാമനെ ഖാനാ ഖാ രഹി थी. ഞാൻ ഇന്ന് പ്രസിഡൻസി ഹാളിലെ നിറഞ്ഞിരുന്ന ആൾക്കൂട്ടത്തിന് മുന്നിൽ പാട്ട് പാടുകയായിരുന്നു. തബ് മേരി ആവാസ് പഠിക്കർ ഫുസ്ഫുസാഹത്ത് മേ തബ്ദീൽ ഹോ ഗയി. അപ്പോൾ എൻ്റെ ശബ്ദം ഇടറി ഒരു പുലമ്പൽ പോലെയായി. ലോഗ് ചില്ലാനെ ലഗി. ആൾക്കാർ കൂക്കി വിളിക്കാൻ തുടങ്ങി. മുझे സ്റ്റേജ് സെ ഹട്നെ കോ മജ്ബൂർ കർ ദിയ. സ്റ്റേജിൽ നിന്ന് പിന്മാറാൻ ഞാൻ നിർബന്ധിതയായി. മാനേജർ के जिद के कारण मैंने चार्ली को स्टेज पर भेजा. മാനേജറുടെ നിർബന്ധം കാരണം ഞാൻ ചാർലിയെ സ്റ്റേജിലേക്ക് അയച്ചു. उसने अपने तरीके से ജേക്ക് ജോൺസ് का गाना गाया. അവൻ അവന്റെ രീതിയിൽ ജേക്ക് ജോൺസിന്റെ പാട്ട് പാടി. ये सुनकर सारे दर्शक സ്റ്റേജ് पर पैसे फेंकने लगे. ഇത് കേട്ടപ്പോൾ എല്ലാ കാണികളും സ്റ്റേജിലേക്ക് പൈസ എറിയാൻ തുടങ്ങി. तब चार्ली ने गाना रोक दिया. അപ്പോൾ ചാർലി പാട്ട് നിർത്തി. ചാർലി ने दर्शकों से बताया कि पैसे बटोरने के बाद गाएगा. ചാർലി കാണികളോട് പറഞ്ഞു, ഞാൻ ഈ പൈസ ആദ്യം ശേഖരിക്കട്ടെ, അതിനുശേഷം പാട്ട് പാടാമെന്ന് പറഞ്ഞു. ചാർലിക്ക് മാസൂമിയത്ത് ദേഖ്കർ ഹോൾ ഹസീഗർ ബൻ ഗയ. ചാർലിയുടെ എന്താണ് എളിമ കണ്ടിട്ട് ആ ഒരു ഹോളിൽ എന്ത് സംഭവിച്ചു? അത് ചിരിയുടെ ഹോളായി മാറി. തബ് മാനേജർ ഏക് റുമാൽ മേ പൈസെ ബടോർക്കർ സ്റ്റേജ് കെ പീച്ചെ ജാനേ ലഗ. അപ്പോൾ മാനേജർ അവിടെ വന്നിട്ട് ആ ഒരു റുമാൽ എടുത്തുകൊണ്ട്, കർച്ചീഫ് എടുത്തുകൊണ്ട് വന്നിട്ട് അതിൽ പൈസ നിറച്ചിട്ട് ശേഖരിച്ചിട്ട് പോവാൻ, സ്റ്റേജിന്റെ പീച്ചെ പോവാൻ ശ്രമിച്ചു. യേ ദേഖർ ചാർലിനെ ദർശകോൻ സെ ശിക്കായത് കി. ഇത് കണ്ടപ്പോൾ കാണികളോട് ചാർലി പരാതി പറഞ്ഞു. യേ സുൻകർ ദർശകോൻ കി ഹസി ബഡ് ഗയി. ഇത് കേട്ടപ്പോൾ കാണികളുടെ ചിരി കൂടുതൽ ആയി. മേ അബ് ഖുഷ് ഹൂം. ഞാനിപ്പോൾ സന്തോഷവതിയാണ്. മാ कि मैं गा नहीं सकता तो भी എനിക്ക് പാടാൻ പറ്റിയില്ലെങ്കിലും ചാർലി സെ ദർശകോനെ ഖുഷ് ഹുവ. ചാർലി കാരണം കാണികൾക്ക് സന്തോഷമായി. പരിവാർ വാലെ സബ് കുശൽതാ സെ ഹേ. വീട്ടിലുള്ള എല്ലാവർക്കും സുഖമല്ലേ? സബ്കോ മേരാ നമസ്കാർ. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. തുമാരി ജവാബ് കി പ്രതീക്ഷാമേ. മറുപടി വരുമെന്നുള്ള പ്രതീക്ഷയിൽ. ഹസ്താക്ഷർ ഹന്ന. ഹന്ന എന്നാണ് ചാർലി ചാപ്ലിന്റെ മദറിന്റെ നെയിം. ഓക്കെ, സൈഡിൽ സേവാമേം അഡ്രസ് കൊടുക്കാം, നാം പത്ത. ओके. हन्ना स्पेंसर चैपलिन की संगीत निशा लंदन की प्रेसिडेंसी हॉल में होने की तैयारी में है. इसके लिए एक पोस्टर तैयार करें. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പോസ്റ്റർ തയ്യാറാക്കാനാണ്. അതായത് ഹന്ന സ്പെൻസർ ചാപ്ലിൻ, അതായത് ചാർലി ചാപ്ലിന്റെ അമ്മയുടെ പേരാണത്. അവരുടെ ഒരു സംഗീത നിശ ലണ്ടനിലെ പ്രസിഡൻസി ഹാളിൽ നടക്കുന്നുണ്ട്. ഇതിനെ ആസ്പദമാക്കി ഒരു പോസ്റ്റർ തയ്യാറാക്കാനാണ് പറയുന്നത്. പോസ്റ്ററിൽ നമ്മൾ മിനിമം വേർഡ്സ് ആണ് യൂസ് ചെയ്യേണ്ടത്. നോട്ടീസ് പോലെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എഴുതേണ്ട ആവശ്യമില്ല. മിനിമം വേർഡ്സിൽ ആകർഷകമായിട്ട് എഴുതാൻ ശ്രദ്ധിക്കുക. പോസ്റ്റർ പിക്ചറൊക്കെ വരക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ അനുസരിച്ച് പിക്ചറൊക്കെ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എങ്ങനെ എഴുതാം? ആയേ ദേഖേ ആസ്വാദൻ കരേ. വരൂ, കാണൂ, ആസ്വദിക്കൂ. ഇതൊരു പരിപാടി ആയതുകൊണ്ടാണ്, ഒരു മ്യൂസിക്കൽ പ്രോഗ്രാം ആയതുകൊണ്ടാണ് ഇങ്ങനെ കൊടുക്കുന്നത്. മഷ്ഹൂർ ഗായിക ഹന്ന സ്പെൻസർ ചാപ്ലിൻ കി സംഗീത നിശ. പ്രശസ്തയായ ഗായിക ഹന്ന സ്പെൻസർ ചാപ്ലിന്റെ സംഗീത നിശ. ലണ്ടൻ എവിടെയാണ് സ്ഥലം എന്ന് കൊടുക്കണം. ലണ്ടൻ പ്രസിഡൻസി ഹാൾ മേ. പിന്നെ ലാസ്റ്റ് നമ്മൾ എന്ത് കൊടുക്കണം? എന്തെങ്കിലും പ്രോഗ്രാം ആണെങ്കിൽ എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യണം അല്ലേ? അതായത് സബ്കാ സ്വാഗത്. ഓൾ ആർ ഇൻവൈറ്റഡ് എന്ന് പറയില്ല, ഓൾ ആർ വെൽക്കം. അപ്പോൾ അത് എങ്ങനെ എഴുതും? സബ്കാ സ്വാഗത്. അതുപോലെ ഡേറ്റ് കൊടുക്കണം, എപ്പോഴാണ്? 10 ഡിസംബർ 1894. ഓക്കെ, അതുപോലെ ടൈമും കൊടുക്കുക, രാത് 7 ബജെ. ഇത്രയും കാര്യങ്ങൾ എന്തായാലും ഇൻക്ലൂഡ് ആയിരിക്കണം. ഡേറ്റ്, അതുപോലെ തന്നെ ടൈം, സ്ഥലം എവിടെയാണ്, അതുപോലെ തന്നെ എന്താണ് പ്രോഗ്രാം, അതുപോലെ എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യണം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ എന്തായാലും പോസ്റ്ററിൽ ഉണ്ടായിരിക്കണം. നമുക്ക് പിക്ചറൊക്കെ കൊടുത്ത് ആകർഷകമാക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡയറി എഴുതാനാണ്. ചാർലിക്ക് മാക്കി ഡയറി. ചാർലിയുടെ അമ്മ ആ ഒരു സംഭവത്തിന്റെ അന്ന് എഴുതിയ ഡയറി. ഓക്കെ, ഡയറി എഴുതുന്ന സമയത്ത് നമ്മൾ ഡേറ്റ് കൊടുക്കാൻ ശ്രദ്ധിക്കുക, അതുപോലെ ദിവസവും എഴുതാം. ഓക്കെ, താരിഖ്, അതുപോലെ ദിൻ. നമ്മൾ ഡയറി എഴുതുമ്പോൾ ഫസ്റ്റ് അതുപോലെ ലെറ്ററിൽ പറയുന്ന പോലെ തന്നെ ഡയറിക്ക് ഒരു ഫോർമാറ്റ് ഉണ്ട്. അതായത് നമ്മൾ ഫസ്റ്റ് എഴുതുന്ന ഫസ്റ്റത്തെ സെന്റൻസ് നമുക്ക് ഇന്നത്തെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് എഴുതാം. ആജ് കാ ദിൻ ബഹുത് ഖുഷ്, എന്താ പറയുക, സുന്ദർ ഹേ, അല്ലെങ്കിൽ ആജ് കാ ദിൻ ബഹുത് ബുരാ ദിൻ ഹേ. അങ്ങനെ ആ ദിവസം എങ്ങനെയായിരുന്നു, നമുക്ക് എന്ത് ഫീലാണ് തന്നത് എന്നുള്ള കാര്യം നമ്മൾ എഴുതാൻ ശ്രദ്ധിക്കുക സ്റ്റാർട്ടിങ്ങിൽ. ഓക്കെ, ആജ് ഏക് അവിസ്മരണീയ ദിൻ താ. ഇന്നെനിക്ക് വിശ്വസിക്കാൻ പറ്റാത്ത അവിസ്മരണീയമായൊരു ദിവസമായിരുന്നു. സ്റ്റേജ് पर गाते वक्त अचानक मेरी आवाज पढ़कर फुसफुसाहट में तब्दील हो गई.
സ്റ്റേജിൽ പാടുന്ന സമയത്ത് പെട്ടെന്ന് എൻ്റെ ശബ്ദം ഇടറി ഒരു നേർത്ത പുലമ്പൽ പോലെയായി മാറി. ലോക് ചില്ലാനെ ലഗെ, ആൾക്കാര് കൂക്കി വിളിക്കാൻ തുടങ്ങി. तो मुझे സ്റ്റേജ് से हटने को मजबूर कर दिया. അപ്പോൾ എന്നെ സ്റ്റേജിൽ നിന്ന് മാറാൻ നിർബന്ധിതയാക്കി. अंत में मैनेजर चार्ली को സ്റ്റേജ് पर ले गया. അവസാനം മാനേജർ ചാർലിയെ സ്റ്റേജിലേക്ക് കൊണ്ടുപോയി. ചാർലിനെ വഹാം ഖഡേ ഹോക്കർ ഗാന ഗായ. ചാർലി അവിടെ നിന്നുകൊണ്ട് പാട്ട് പാടി. ദർശകോൻ സെ ബാത്തേൻ കി, ദർശകരോട് സംസാരിച്ചു. നൃത്യ കിയ, ഡാൻസ് കളിച്ചു. മേരാ സഹിത് കൈ ഗായകോം കി നക്കൽ ഉദാരി, ഞാൻ ഉൾപ്പെടെ പല ഗായകരെയും അനുകരിച്ചു. ഗാന ആദാഹി ഹുവാദ, പാട്ട് പകുതിയായതേ ഉണ്ടായിരുന്നുള്ളൂ. की സ്റ്റേജ് पर पैसों की बौछार शुरू हो गया. അപ്പോൾ തന്നെ സ്റ്റേജിൽ പൈസ വർഷിക്കാൻ തുടങ്ങി. ചാർലി ने पैसे को बटोरना चाहा पर मैनेजर ने एक रुमाल लेकर पैसों को ബഡോർക്കർ മുജെ സോപ്പ് ദിയ. ചാർലി പൈസ എടുക്കാൻ വേണ്ടി ആഗ്രഹിച്ചു. ആ സമയത്ത് മാനേജർ വന്ന് കർച്ചീഫിൽ പൈസ എന്താക്കി ശേഖരിച്ചു. പിന്നെ എന്ത് ചെയ്തു? അതിനെ എന്നെ ഏൽപ്പിച്ചു. ലോഗോനെ താലിയോ ബജാക്കർ ഹോൾക്കോ ഹസീകർ ബനാദിയ. ദർശകർ എന്ത് ചെയ്തു? ആൾക്കാര് ക്ലാപ്പ് അടിച്ച് പ്രോത്സാഹിപ്പിച്ചു. അതുപോലെ തന്നെ ആ ഒരു ഹാള് ചിരിയുടെ ഹാളായി മാറി. ദർശകോനെ ദേർ തക് ഗഡേ ഹോക്കർ താലിയാം ബജായി. കാണികൾ വളരെ നേരം ക്ലാപ്പ് ചെയ്തു. അതുപോലെ അവർ മേരെ ചോട്ടെ ബച്ചയ്ക്ക് താരിഫ് ബി കി, എൻ്റെ കൊച്ചുമോന്റെ പ്രശംസ, അവനെ താരിഫ് കി അല്ലെ, അതായത് അവനെ പ്രശംസിച്ചു കൊണ്ടേയിരുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ ഡയറി എഴുതുമ്പോൾ ഇന്ന് കഴിഞ്ഞ സംഭവങ്ങളായിരിക്കും നമ്മൾ അന്ന് രാത്രി എഴുതാം അല്ലെ. അപ്പൊ പാസ്റ്റ് ടെൻസിൽ തന്നെ നമ്മൾ എഴുതാൻ ശ്രദ്ധിക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു ഡയറി തന്നെയാണ്. ചാർലിയുടെ അമ്മ എഴുതിയ ഡയറിയാണ് നമ്മളിപ്പോ പറഞ്ഞത്. नेक्स्ट चार्ली की डायरी. उसने जन्म ले लिया था. उस दिन चार्ली ने अपनी डायरी में क्या क्या लिखा होगा? ചാർലി അന്ന് രാത്രി എഴുതിയ ഡയറിയാണ് എഴുതേണ്ടത്. ചാർലിക്ക് ഡയറി തയ്യാറാക്കരം. അപ്പോൾ എങ്ങനെ വരും? സെയിം താരീഖ് കൊടുക്കുക, അത് ഡേറ്റ് കൊടുക്കുക, ദിവസം ഏതാണെന്ന് എഴുതാം. ആജ് മുझे एक नया अनुभव हुआ. ഇന്നെനിക്ക് ഒരു പുതിയൊരു അനുഭവം ഉണ്ടായി. മാക്കി ആവാസ് കി തമാശ ദേക്കർ പർദേ കെ പീച്ചെ കടാത. ഞാൻ അമ്മയുടെ ശബ്ദത്തിന്റെ തമാശ കണ്ട് ആ ഒരു കർട്ടന്റെ പിറകിൽ നിൽക്കുകയായിരുന്നു. ലോക് ചില്ലാനെ ലഗെ തോ മാ സ്റ്റേജ് സെ ഹട്നെ കോ മജ്ബൂർ ഹോ ഗയി. ആൾക്കാർ കൂക്കി വിളിച്ചപ്പോൾ അമ്മ സ്റ്റേജിൽ നിന്ന് പിന്മാറാൻ നിർബന്ധിതയായി. മാനേജർ സാഹബ് ने मुझे സ്റ്റേജ് पर भेजने की जिद की तो मां डर गई. മാനേജറിനെ എന്നെ സ്റ്റേജിലേക്ക് അയക്കാൻ വേണ്ടി നിർബന്ധിച്ചപ്പോൾ അമ്മ പേടിച്ചു പോയി. अंत में मुझे സ്റ്റേജ് पर अकेला छोड़ दिया. അവസാനം എന്നെ സ്റ്റേജിൽ ഒറ്റയ്ക്കാക്കി. मुझे रुलाई आई, എനിക്ക് കരച്ചിൽ വന്നു. फिर भी ധൈര്യം സಮೇട്കർ ജേക്ക് ജോൺസ് ഗാന शुरू किया. പിന്നെയും ഞാൻ ധൈര്യം സംഭരിച്ച് ജേക്ക് ജോൺസിന്റെ പാട്ട് പാടി. സ്റ്റേജ് पर पैसों की बौछार शुरू हो गई. സ്റ്റേജിൽ പൈസ വർഷിക്കാൻ തുടങ്ങി. जब मां मुझे लेने आई, അപ്പോൾ എന്നെ അമ്മ കൂട്ടാൻ വന്നു. കൈ ലോഗോനെ മാസെ ഹാത്ത് മിലാക്കർ മേരി പ്രശംസാക്കി. പല ആൾക്കാരും അമ്മയ്ക്ക് കൈ കൊടുത്തുകൊണ്ട് എന്നെ പ്രശംസിച്ചു. ജോബി ഹോ ആജ് കാ കാര്യക്രം സഫൽ ഹുവ. എന്തെങ്കിലും ആവട്ടെ, ഇന്നത്തെ കാര്യം സഫലമായി. മേ ധന്യ ഹും, ഞാൻ ധന്യവാനായി. മാ ബി ബഹുത് ഖുഷ് ഹുയി, അമ്മയും വളരെ സന്തോഷവതിയായി. ഓക്കെ, അപ്പൊ ചാർലിയുടെ ഡയറിയും അതുപോലെ ചാർലിയുടെ മാ എഴുതിയ ഡയറിയും ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവരും നന്നായി വായിച്ച് മനസ്സിലാക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാർത്താലാപാണ് അല്ലെങ്കിൽ ബാത്ചീത്, അതായത് കോൺവെർസേഷൻ. മാനേജർ और चार्ली की मां के बीच हुई संभावित बातचीत लिखे. മാനേജറും ചാർലിയുടെ അമ്മയും തമ്മിൽ നടന്ന ബാത്ചീത്. ബാത്ചീത് എന്ന് വരാൻ ക്വസ്റ്റ്യനിൽ അല്ലെങ്കിൽ വാർത്താലാപം എന്നായിരിക്കാം. രണ്ടും സെയിം തന്നെയാണ് കോൺവെർസേഷൻ. ചാർലി की मां गा नहीं पा रही हूं साहब. എനിക്ക് പാടാൻ പറ്റുന്നില്ല സർ. അപ്പൊ മാനേജർ എന്ന് പറഞ്ഞു. ക്യോं ക്യാ ഹുവ, എന്തുകൊണ്ട്, എന്ത് പറ്റി? ചാർലി की मां പത്താ നഹി സാഹബ് ആവാസ് നഹി ആത്തി ഹി. അറിയില്ല സർ, എന്താണ്, ശബ്ദം വരുന്നില്ല. മാനേജർ ലോക് ചില്ലാ രഹേ ഹേ ക്യാ കരേ. ആൾക്കാർ കൂക്കി വിളിക്കുകയാണ്, എന്ത് ചെയ്യും? ചാർലി की मां പഹലെ കബി മുझे ऐसा അനുഭവം നഹി ഹുവാ ഹേ. എനിക്ക് ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. മാനേജർ തുമാരാ ബേട്ട കഹാ ഹേ. നിന്റെ മോൻ എവിടെ? ചാർലി की मां ഓ സ്റ്റേജ് കാ പീച്ചാ ഹേ. അവൻ സ്റ്റേജിന്റെ പിറകിലുണ്ട്. ക്യാ ഹേ സാഹബ്, എന്താണ് സർ? അപ്പൊ മാനേജർ പറഞ്ഞു. ഹം ഉസേ സ്റ്റേജ് पर ले जाए. നമുക്ക് അവനെ സ്റ്റേജിൽ കൊണ്ടുപോകാം. ചാർലി की मां वो अभी तक स्टेज के सामने नहीं आया है. അവൻ ഇതുവരെ സ്റ്റേജിന്റെ മുന്നിൽ വന്നിട്ടില്ല. മാനേജർ തുമാരെ ദോസ്തോ के सामने चार्ली का अभिनय मैंने देखा है. നിന്റെ സുഹൃത്തുക്കളുടെ മുന്നിൽ ചാർലിയുടെ അഭിനയം ഞാൻ കണ്ടിട്ടുണ്ട്. ചാർലി की मां लेकिन साहब वो छोटे बच्चा है ना. പക്ഷേ സർ, അവൻ ചെറിയ കുട്ടിയല്ലേ.
മാനേജർ പരേഷാൻ മത് കരോ, എന്താ പറഞ്ഞ ടെൻഷൻ അടിക്കണ്ട. അപ്പോ അച്ഛ അഭിനേതാഹെ, അവൻ നല്ലൊരു അഭിനേതാവാണ്. ഓക്കെ. ചാർലിക്ക് മാ ടി കെ സാബ്, എന്നിട്ട് ഇത് പറഞ്ഞു ഓക്കെ സാർ. അങ്ങനെ ചാർലിയെ സ്റ്റേജിലേക്ക് അയക്കുന്നു അല്ലെ. അപ്പൊ ഇതാണ് അവർ തമ്മിലുണ്ടായ ബാത്ചീത്ത് അല്ലെങ്കിൽ കോൺവെർസേഷൻ. മാ और ചാർലി के बीच हुई वार्तालाप लिखिए. മായും അതുപോലെ ചാർലിയും തമ്മിൽ നടന്ന കോൺവെർസേഷൻ, ബാത്ചീത്ത് അല്ലെങ്കിൽ വാർത്താലാപ് എഴുതാനാണ് പറയുന്നത്. മാ ചാർലി के पास जाकर चलो बेटा, ചാർലിയുടെ അടുത്ത് പോയിക്കൊണ്ട് പറയുകയാണ് ചലോ ബേട്ട, വരൂ മോനെ. ചാർലി ക്യാ ഹേ മാ, എന്താണമ്മേ? മാ മേരി ആവാസ് ഖറാബ് ഹോ ഗയി, ലോഗ് ചില്ലാ രഹാ ഹേ, എന്റെ ശബ്ദം മോശമായി, ആൾക്കാർ കൂക്കി വിളിക്കുകയാണ്. അപ്പോ ചാർലി ഇസ്ലിയെ ക്യാ, അതുകൊണ്ട് എന്താ? മാ തും സ്റ്റേജ് പർ ജാക്കർ കുച്ച് കരോ, നീ സ്റ്റേജിൽ പോയി എന്തെങ്കിലും ചെയ്യൂ. ചാർലി മേ അഭി തക് സ്റ്റേജ് കെ സാമനെ നഹീ ആയാ ഹേ, ഞാൻ ഇതുവരെ സ്റ്റേജിന്റെ മുന്നിൽ പോയിട്ടില്ല. മാ തുജെ ജേക്ക് ജോൺസ് കാ ഗാന അച്ഛി തരഹ് ജാൻതാ ഹേ ക്യാ, എനിക്ക് ജേക്ക് ജോൺസിന്റെ പാട്ട് നല്ലോണം അറിയില്ലേ? അപ്പൊ ചാർലി ഹാ ലേക്കിൻ ഇത്തനെ ലോഗോं के सामने कैसे गाऊं, അറിയാം, പക്ഷെ ഇത്രയും ആൾക്കാരുടെ മുന്നിൽ എങ്ങനെ പാടും? മാ കുച്ച് നഹി ഹോഗാ ബേട്ട, ഒന്നും സംഭവിക്കില്ല മോനെ. അപ്പൊ ചാർലി ടി കെ മാ, ശരി അമ്മയെന്ന് പറഞ്ഞു ചാർലി. ഓക്കെ. അപ്പൊ അതാണ് ചാർലിയും അമ്മയും തമ്മിലുണ്ടായ വാർത്താലാപ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പട്കഥ തയ്യാറാക്കാനാണ്. പട്കഥ എന്ന് പറഞ്ഞാല് തിരക്കഥ അല്ലെങ്കിൽ സ്ക്രീൻ പ്ലേ അല്ലെ. നമ്മള് ഫസ്റ്റ് ചാപ്റ്ററിൽ ബീർ ബഹൂട്ടി എന്ന ചാപ്റ്ററിൽ പട്കഥയെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. गाते गाते अचानक चार्ली की माँ की आवाज फुसफुसाहट में तब्दील हो गई. പാടിക്കൊണ്ടിരുന്നപ്പോൾ ചാർലിയുടെ അമ്മയുടെ ശബ്ദം നേർത്ത പുലമ്പൽ പോലെയായി മാറി. ലോക് ചില്ലാനെ ലഗെ, ആൾക്കാർ കൂക്കി വിളിക്കാൻ തുടങ്ങി. മാക്കോ സ്റ്റേജ് സെ ഹട്ന പട, അമ്മയെ സ്റ്റേജിൽ നിന്ന് മാറ്റേണ്ടി വന്നു. ഈ സമയം മാനേജർ और चार्ली की माँ के बीच की बातचीत, ആ ഒരു സമയത്ത് അമ്മയും മാനേജറും തമ്മിൽ എന്താണ് സംസാരിച്ചു അല്ലെ, വാർത്താലാപ് നടന്നു. അവര് കോൺവെർസേഷൻ ഉണ്ടായി അവർക്കിടയിൽ. പട്കഥാക്കെ രൂപമേലിക്ക്, ആ ഒരു കോൺവെർസേഷനെ എന്താക്കാനാ പറയുന്നത്? പട്കഥ, അതായത് സ്ക്രീൻ പ്ലേ അല്ലെങ്കിൽ തിരക്കഥയാക്കി മാറ്റി എഴുതാനാണ് ക്വസ്റ്റ്യൻ. ഓക്കെ. അപ്പൊ തിരക്കഥ അല്ലെങ്കിൽ പട്കഥ എഴുതുന്ന സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് ദൃശ്യ സീൻ. നമ്മൾ സീൻ 1 സീൻ 2 എന്ന് പറയുന്ന പോലെ ദൃശ്യ 1 ദൃശ്യ 2 ദൃശ്യ നമ്പർ എഴുതണം. അതുപോലെ തന്നെ എവിടെയാണ് സ്ഥലം അത് എഴുതണം, സമയം എഴുതണം. അതുപോലെ തന്നെ പാത്ര, ആരൊക്കെയാണ് കഥാപാത്രങ്ങൾ, ക്യാരക്ടേഴ്സ് ആരൊക്കെയാണെന്ന് എഴുതണം. അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ എന്താണ് കാണാൻ പറ്റുന്നത്, ആ ഒരു കാര്യം കൂടി പട്കഥയിൽ ഇൻക്ലൂഡ് ചെയ്യണം. അതിനുശേഷമാണ് കോൺവെർസേഷൻ, എന്താണോ കോൺവെർസേഷൻ അത് എഴുതേണ്ടത്. ഓക്കെ. അപ്പോ ദൃശ്യ 1 സീൻ 1 എന്ന് പറയുന്നത് സ്ഥാൻ, എവിടെയാണ് സ്ഥലം? പ്രസിഡൻസി ഹാൾ, ലണ്ടൻ, ലണ്ടനിലെ പ്രസിഡൻസി ഹാൾ. സമയം കൊടുക്കുക രാത്കോ 7 ബജെ, 7 മണി, രാത്രി 7 മണി. പാത്ര, കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് ചാർലി കി മാ ഹന്ന, ചാർലിയുടെ അമ്മ ഹന്ന. ഔർ മാനേജറുമാണ്, ചാർലിയുടെ അമ്മയും മാനേജറുമാണ് ആ ഒരു സീനിലുള്ളത്. ഓക്കെ. ദർശക് ചില്ലാര ഹേ, ബാക്ക്ഗ്രൗണ്ടിൽ എന്താണ്? ആൾക്കാർ കൂക്കി വിളിക്കുന്നുണ്ട്. മാനേജർ ഔർ ചാർലി കി മാ ബഹുത് പരേഷാൻ ഹേ, മാനേജറും ചാർലിയുടെ അമ്മയും വളരെ പരേഷാനാണ്, ടെൻഷനിലാണ്. നെക്സ്റ്റ് അവർ പറയുന്നത് എഴുതാം. മാനേജർ എന്ത് പറയുന്നു? ലോഗ് ചില്ലാര ഹേ ഹേ അബ് ക്യാ കരേഗ, ആൾക്കാർ കൂക്കി വിളിക്കുന്നു, ഇനി എന്ത് ചെയ്യും? ഹന്ന മേ ഗാന ഹി സക്തി ഹും സാഹബ്, എനിക്ക് പാടാൻ പറ്റില്ല സർ. മാനേജർ തുമാര ബേട്ട കഹാ ഹേ, നിന്റെ മകൻ എവിടെ? ഹന്ന वो स्टेज के पीछे है, അവൻ സ്റ്റേജിന്റെ പിറകിലുണ്ട്. ക്യാ ഹേ സാഹബ്, എന്താണ് സർ? മാനേജർ ഹം ഉസേ സ്റ്റേജ് पर ले जाए, നമുക്ക് അവനെ സ്റ്റേജിലേക്ക് അയക്കാം. ഹന്ന ആപ് वो क्या कह रहे हैं സാഹബ്, താങ്കൾ എന്താണ് പറയുന്നത് സർ? वो अभी तक स्टेज के सामने नहीं आया है, അവൻ ഇതുവരെ സ്റ്റേജിന്റെ മുന്നിൽ വന്നിട്ടില്ല. മാനേജർ अब और कोई चारा नहीं है, അതല്ലാതെ വേറെ വഴിയില്ല. जब उसको स्टेज पर ले जाओ, വേഗം അവനെ സ്റ്റേജിലേക്ക് കൊണ്ടുപോകാം. ഹന്ന തോടാ ഹിച്ച് കക്കർ ടി കെ സാഹബ്, കുറച്ച് മടിച്ചുകൊണ്ട് പറഞ്ഞു ടി കെ സാഹബ്. ഓക്കെ സർ എന്ന് പറഞ്ഞു. ഓക്കെ. അപ്പൊ നമ്മള് പട്കഥ എഴുതുമ്പോൾ ദൃശ്യ നമ്പർ എഴുതാൻ ശ്രദ്ധിക്കുക. സ്ഥാൻ, സമയം, പാത്ര, അതുപോലെ ബാക്ക്ഗ്രൗണ്ടിൽ എന്താണ് ആ ഒരു കാര്യം കൂടി ദൃശ്യ വിവരം എന്ന് പറയും. ഓക്കെ. അതിന് ആ ഒരു നമ്മുടെ ബീർ ബഹൂട്ടി ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് 2-3 പട്കഥ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പട്കഥ കൺഫ്യൂഷൻ ഉള്ളവരാണെങ്കിൽ ബീർ ബഹൂട്ടിന്റെ വീഡിയോ നോക്കുക. അപ്പൊ അതിൽ കുറച്ച് 2-3 പട്കഥയുണ്ട്. ഓക്കെ. സ്ക്രീൻ പ്ലേ നമ്മൾ എഴുതിയിട്ടുണ്ട്.
അപ്പോൾ അത്രയും ഡീറ്റെയിൽ ആയിട്ട് എഴുതാ കാര്യങ്ങൾ. അതിനുശേഷം കോൺവെർസേഷൻ എഴുതാം. ഇതാണ് അതിന്റെ പട്കഥയുടെ പാറ്റേൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയാണ് സബ്സെ ബഡെ ഷോമാൻ എന്ന ചാർലി ചാപ്ലിന്റെ ജീവചരിത്രത്തെ കുറിച്ചുള്ള നമുക്ക് പഠിക്കാനുണ്ടായിരുന്ന ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ലെറ്റർ എഴുതുന്നതും ലെറ്ററിന്റെ ഫോർമാറ്റും അതുപോലെ തന്നെ പട്കഥ, അതുപോലെ എന്താണ് ഉണ്ടായിരുന്നത്, കോൺവെർസേഷൻ, ബാത്ചീത് അല്ലെങ്കിൽ വാർത്താലാപം അല്ലെ, അമ്മയും ചാർലിയും തമ്മിലുള്ളത്, അതുപോലെ അമ്മയും മാനേജറും തമ്മിലുള്ളത്, ആ കാര്യങ്ങളെല്ലാം നന്നായിട്ട് എഴുതിയിട്ട് തന്നെ ശ്രദ്ധിക്കുക. ഓക്കെ, ഏതെങ്കിലും ഒരു കോൺവെർസേഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ മറ്റേത് നമുക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റും. അതുപോലെ തന്നെ എന്താണ് ഡയറി, രണ്ടുപേരുടെയും ഡയറി ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് മാന്റെ ഡയറിയാണ്, ചാർലി ചാപ്ലിന്റെ അമ്മയുടെ ഡയറിയും അതുപോലെ തന്നെ ചാപ്ലിന്റെ ഡയറിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഡയറി എഴുതുന്ന സമയത്ത് പാസ്റ്റ് ടെൻസിൽ തന്നെ എഴുതാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഡയറിയുടെ സ്റ്റാർട്ടിങ്ങിൽ ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ടായിരുന്നു എന്ന് നമ്മുടെ ഫീലിങ്സും കൂടി അതിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ഓക്കെ, അതുപോലെ ഇനി മാനേജർ എഴുതിയ ഡയറിയും ചിലപ്പോൾ ചോദിക്കാം. ഓക്കെ, ഏകദേശം ഈ ഒരു സംഭവങ്ങൾ, ആ 2-3 ലൈൻസ്, അതിലുള്ള ലൈൻസ്, ഏതെങ്കിലും ഒരു ഡയറിയിലെ ലൈൻസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, നന്നായി വായിച്ച് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ 3 നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.